രാഹുൽ ഗാന്ധി കുട്ടിക്കാനത്ത് മരിയൻ കോളേജിൽ ഇന്നലെ ഒരു പരിപാടിക്ക് വന്നിരുന്നു. അതിനുശേഷം തിരികെ പോകുന്ന വഴി തോട്ടം തൊഴിലാളികളുമായി ഇടപഴകുന്നതാണ്. ഇടുക്കിയിൽ നിന്ന് മടങ്ങുന്നതിനിടയിൽ പീരുമേട് ഗ്ലെൻ മേരി തോട്ടം തൊഴിലാളികളെ കാണുകയാണ്. ദൃശ്യങ്ങളിൽ അതാണ് കാണുന്നത്. അവരേലുണ്ട്, സാധനമുണ്ട്, അതുണ്ട് കയ്യിൽ, അതുകൊണ്ട് ആ കത്ര എടുത്ത് ഈ ആൾക്കാർ അവിടെ കൂടെ അവിടെ ഒരു കത്ര എടുത്ത കത്രയ. ഇടുക്കിയിലെ ഗ്ലെൻമേരിയിൽ തോട്ടം തൊഴിലാളികളുമായി സംവദിക്കുകയാണ് രാഹുൽ ഗാന്ധി. കുട്ടിക്കാനത്ത് നിന്ന് തിരികെ പോകുന്നതിനിടെയാണ് പീരുമേട്ടിൽ തോട്ടം തൊഴിലാളികളോട് വനിതകളോട് രാഹുൽ ഗാന്ധി സംവദിക്കുന്നത്. ജെയിനിസ് രാജു വിവരങ്ങളുമായി ചേരുന്നു. ജെയിൻ, തോട്ടം തൊഴിലാളികളോട് സംവദിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നൊരു യാത്രാ പദ്ധതിയുടെ ഭാഗമായിരുന്നോ അതോ വഴിയിൽ കണ്ടപ്പോൾ ഇറങ്ങുകയായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടല്ല, ഇദ്ദേഹം ഇന്ന് രാവിലെ ശിവഗിരിയിലേക്ക് മടങ്ങുകയാണ്. അതിനിടയിലാണ് പോകുന്ന വഴിക്ക് അദ്ദേഹം തോട്ടം തൊഴിലാളികളെ കാണണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. നേതാക്കളുടെ ആവശ്യം കൂടിയുണ്ട്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കം ആളുകൾ ഈ തോട്ടം തൊഴിലാളികളെ കാണണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഗ്ലെൻമേരി എസ്റ്റേറ്റിൽ രാവിലെ ജോലിക്കിറങ്ങിയ തൊഴിലാളികളുമായി സംസാരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായി തേയിലയുടെ ഗുണമേന്മ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഇന്നലെയാണ് രാഹുൽ ഗാന്ധി ഇടുക്കിയിലെത്തിയത്. അദ്ദേഹം കുട്ടിക്കാനം മരിയൻ കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ ഗ്ലെൻമേരി എസ്റ്റേറ്റിന് സമീപത്ത് തന്നെയുള്ളൊരു റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്. രാവിലെ 9:30 ഹെലികോപ്റ്ററിൽ രാഹുൽ ഗാന്ധി ഇടുക്കിയിൽ നിന്ന് മടങ്ങുന്നത്. അതിനിടയിലാണ് അദ്ദേഹം സാധാരണ പോകേണ്ടത് ഈ വഴിയല്ല, പകരം തൊഴിലാളികളെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ വഴി മാറി വന്നത് എന്നത് തന്നെ പറയണം. ഇപ്പോൾ എസ്റ്റേറ്റിനകത്തേക്ക്, അതായത് തേയിലത്തോട്ടത്തിനകത്തേക്ക് അദ്ദേഹം കയറി നിൽക്കുകയാണ്. കൂടുതൽ തൊഴിലാളികൾ ഇവിടെയുണ്ട്. സ്ത്രീ തൊഴിലാളികളാണ് കൂടുതലായിട്ടുള്ളത്. അവരുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ആശയവിനിമയം നടത്തുന്നത്. പ്രധാനമായും ഈ തേയില എങ്ങനെയാണ്, തേയിലയുടെ ഫസ്റ്റ് ക്വാളിറ്റി എങ്ങനെയാണ് എന്നൊക്കെ ആണ് പ്രധാനമായും അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ 9:30 അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം ഇവിടെ ഇടുക്കിയിൽ നിന്ന് തിരിക്കും. നമുക്കറിയാം, പീരുമേട് ഒരു തോട്ടം തൊഴിലാളി മേഖലയാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ടീ എസ്റ്റേറ്റുകൾ ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല കൂടിയാണ്. കാരണം പ്രധാനപ്പെട്ട തോട്ടങ്ങളെല്ലാം പൂട്ടിക്കിടക്കുന്നു, തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമായിരിക്കുന്നു. അപ്പോൾ അത്തരം പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. KC വേണുഗോപാലുണ്ട്, അതോടൊപ്പം തന്നെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസും ഉണ്ട്, DCC പ്രസിഡന്റ് CP മാത്യു, അതോടൊപ്പം തന്നെ മുൻ KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. പീരുമേട്ടിലാണ് തോട്ടം തൊഴിലാളികളെ കാണുന്നത് രാഹുൽ ഗാന്ധി.